നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിമർശിച്ചു എന്ന പേരിൽ ഒരു സ്കൂൾ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. 2 ദിവസമായിട്ട് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്, എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത് എന്ന രീതിയിലൊക്കെയായിരുന്നു ചർച്ചകൾ പൊയ്ക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അതായത് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ചിത്രം, തൻ്റെ തലവെട്ടി ഒരു നഗ്നനായ പുരുഷൻ്റെ ദേഹത്ത് വച്ച് പ്രചരിപ്പിച്ചു. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നൊക്കെയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചത്. ഏതോ KSRTC ബസ് കണ്ടക്ടർ ചെയ്ത ഒരു പോസ്റ്റ് ഈ അധ്യാപകൻ ഷെയർ ചെയ്തു. അങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തതിൻ്റെ പേരിലാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഒരംശം പോലും സത്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ ചിത്രമാണ് അധ്യാപകൻ ഷെയർ ചെയ്തത്. ഇതിലെവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ തലവെട്ടി ഒരു നഗ്നനായ പുരുഷന്റെ ദേഹത്ത് വച്ചിരിക്കുന്നത്? ഇത് കണ്ടായിരുന്നോ? പോസ്റ്റ് കണ്ടായിരുന്നു? നിങ്ങൾ ഇനി പറ, നടപടി എടുക്കണ്ടേ? KSRTC ഒരു ജീവനക്കാരൻ ഇരിക്കുന്ന പോസ്റ്റ്, എന്റെ മുഖം, നഗ്നനായ ഒരു പുരുഷന്റെ ബോഡി, അത് വെച്ചിട്ട് KSRTC ഒരു ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താണ്. എന്താ ചെയ്യുന്നത്? എന്നോട് വന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഗൗരവമല്ല, അല്ലെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. വല്ല വിമർശനമോ വല്ലതൊക്കെ ആണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഇതാണ് പോസ്റ്റ് ചെയ്തത്. ഇത് അനുവദിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളെ പറ്റി ഇടുവാണല്ലോ, ഇല്ലേ? എന്തും ചെയ്യാം. നിങ്ങളെ ചോദിക്കുക, കേരളത്തിലെ പൊതുജനം വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ മുഖം വെച്ചിട്ട് അടിയിൽ വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷന്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ട് ഒരു പറത്തിരിക്കാം. ആ ആള് സർവീസിൽ 2 ദിവസം റിട്ടയർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? മുഖ്യമന്ത്രിയുടെ തന്നെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉള്ള പ്രസ്താവനയെ കളിയാക്കിക്കൊണ്ടുള്ളൊരു പോസ്റ്റാണിത്. ഇതിൽ അദ്ദേഹത്തെ അങ്ങനെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല, ഒരു കാരിക്കേച്ചർ മാത്രമാണ് ഇവിടെ ഉള്ളത്. പലതരത്തിൽ പല മുഖ്യമന്ത്രിമാരുടെയും പല മന്ത്രിമാരുടെയും കാരിക്കേച്ചറുകൾ വർഷങ്ങളായി പത്രങ്ങളിലും മറ്റും വരുന്നുണ്ട്. ഇപ്പോൾ AI വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലും അതിൻ്റെ ഒരു അംശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഖജനാവിൽ ഒരു പെട്ടിക്ക് മുകളിൽ കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരു കുഞ്ഞു പൂച്ചയുമുണ്ട്. ഇതിൽ വൃത്തികേടൊന്നും തന്നെയില്ല. ഇതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടാൻ കാരണം മുഖ്യമന്ത്രിയുടെ വൃത്തികെട്ട ചിത്രം പ്രചരിപ്പിച്ചു എന്നതുകൊണ്ടാണ്. ഈ നടപടിയെപ്പോലും ഇപ്പോൾ ന്യായീകരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണ്, ഇവിടെ നടക്കുന്നത് ഫാസിസമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ ആളുകളും പ്രതിപക്ഷവും പക്ഷേ ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രോട്ടോകോൾ വഴി നോക്കുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഭരിക്കുന്ന സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വിമർശിച്ചാൽ നടപടിയെടുക്കാനുള്ള നിയമങ്ങളും ഇവിടെ ഉണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ആ വസ്തുത ഒരാൾ ചെയ്യുമ്പോൾ ഫാസിസവും മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് നോർമലും ആകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ചോദ്യങ്ങളാണ് ഇന്നലെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ഉന്നയിച്ചത്. പക്ഷേ ഇതിനൊന്നും തന്നെ വ്യക്തമായ മറുപടി അദ്ദേഹം നൽകുന്നില്ല. മാത്രവുമല്ല, ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ കളിയാക്കി എഴുന്നേറ്റ് പോകുന്ന സന്ദർഭം പോലും അവിടെ ഉണ്ടായി. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണ്ടതാണ്, ആരും വിമർശനത്തിന് അതീതവുമല്ല. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ മോട്ടോ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഇരട്ടത്താപ്പ് എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.